വലിയ സമയത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരുന്ന വേദഭാഗം വീണ്ടും നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. മാനുഷികമായ ആലോചനകളൊരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നത് തരില്ല. എന്നാൽ ദൈവികമായ ആലോചനകൾ നാം പ്രാപിക്കുവാൻ തുടങ്ങണം. നമ്മെ തന്നെ ഏകാഗ്രതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ച കാര്യങ്ങൾ നമുക്ക് റിവൈസ് ചെയ്യണം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് എത്രാം അധ്യായമാണ്? 32-ാം അധ്യായമാണ്. 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിച്ചത്. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ കൽപ്പന ദൈവം പുറപ്പെടുവിക്കും. 2-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തക 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണ് ആദ്യത്തെ കൽപ്പന. ദൈവം ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നത് അറിയാം. അതുവരെ ദൈവം ആരോടും ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞില്ല. ആരെങ്കിലും നമ്മളോട് ചോദിക്കുക ഫസ്റ്റ് കൽപ്പന ഏതാണെന്ന് ചോദിച്ചാൽ മോശയുടെ കൽപ്പനയല്ല, ബൈബിളിലെ ആദ്യത്തെ കൽപ്പന ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണം 2 ഉൽപ്പത്തി 2:16. അവിടെ ദൈവം കൽപ്പിക്കുന്നു മനുഷ്യനോട്. ദൈവം കൽപ്പിച്ചത് മനുഷ്യനോടാണ്. സ്ത്രീ അവിടെയില്ല. ദൈവം ഭൂമിയിലെ മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് പുരുഷനെയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ എന്നവർ ഉപയോഗിച്ചിരിക്കുന്നത്. ആ പറയുകയാണ്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം, ഇഷ്ടം പോലെ. നിനക്ക് മതി വരുമോ നിന്റെ പോക്കറ്റിലൊക്കെ നടക്കാം. സമയം കിട്ടുമ്പോഴൊക്കെ ഓരോന്നെടുത്ത് തിന്നാം. എന്നുവെച്ചാൽ നിനക്ക് ആവശ്യം പോലെ നീ പൊട്ടക്കാർ കൊണ്ടുവന്നു. നിനക്ക് ഇഷ്ടമുള്ളത് പോലെ ഫ്രീഡം ദൈവം കൊടുക്കുക. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാണ് നമ്മൾ അതിലേക്ക് പറയുന്നത്. നമ്മൾ ആ ഒരു പിക്ചറിലേക്ക് പറയുന്നത് സകലത്തെയും ഉണ്ടാക്കി ശേഷം നാം നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കണം. എന്നോട് കൂടെ വസിക്കാൻ എനിക്കൊരു മനുഷ്യനെ വേണം, അവൻ എന്റെ കൂടെ ഇരിക്കുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയിലാണ് ദൈവം മനുഷ്യനെ ചെയ്തത്. ഒരാൾ ചോദിക്കുണ്ടായി, ദൈവത്തിന്റെ മുന്നമേ അറിയാമെങ്കിൽ ഏത് തോട്ടത്തിന്റെ നടുക്ക് അത് പറിക്കാൻ വേണ്ടി 2 വൃക്ഷം ഉണ്ടാക്കുന്ന കാര്യമുണ്ട്. എല്ലാ വൃക്ഷങ്ങളെ ഫലം തിന്നും, നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കാതിരുന്നാൽ പോലെ. പിശാച് പറയുന്ന ഒരു വാക്കുണ്ട്. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. ഭയങ്കര ക്രൂക്കഡ് മൈൻഡാണ് പാമ്പ്. ഈ പിശാച് ഇടയ്ക്കിടയ്ക്ക് ദൈവസന്നിധിയിൽ ചെല്ലുമെന്നും ദൈവത്തോട് ചില കാര്യങ്ങൾ അവകാശപ്പെടുമെന്നും ആർക്കറിയാം? ദൈവത്തിനറിയാം അല്ലേ? പിശാച് ഇടയ്ക്കിടയ്ക്ക് ദൈവസന്നിധി ചെല്ലുന്നത് നമ്മളെ കുറിച്ച് കുറെ കുറ്റം പറയും. ഇന്ന പരിപാടി ചെയ്തിട്ട് അതിന്റെ മോനാണ് താഴെ, അതുകൊണ്ടാണ് അനുഗ്രഹം കൊടുക്കരുത്. കാരണം നീ നീതിമാനല്ലേ. ഇവന്റെ ഉള്ളിൽ ഒരു ജലസ്യുണ്ട്. എന്താ പറയാമോ? ഈ പിശാചിന്റെ ഉള്ളിൽ ഒരു ദേഷ്യം, വിദ്വേഷം, പ്രതികാര മനോഭാവമുണ്ട്. എന്തായിരിക്കും? ഇവന്റെ ഉള്ളിൽ ഇവൻ ആഗ്രഹിച്ച ഒന്നുണ്ട്, ദൈവത്തിന്റെ സിംഹാസനത്തിൽ എനിക്ക് ഇരിക്കണം, എനിക്ക് ദൈവത്തെ പോലെ ആകണം. അവൻ ചിന്തിച്ചപ്പോ തന്നെ അവന് കിട്ടി. അത് പ്രാക്ടിക്കൽ ആക്കാൻ അവസരം കിട്ടിയില്ല. മനുഷ്യന്റെ സാഹചര്യങ്ങളോട് തുലനം ചെയ്ത് നമ്മളൊന്ന് നോക്കിയേ.
നമ്മൾ മനുഷ്യരും അങ്ങനെയല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ അവനും അത് കിട്ടരുതെന്ന് ആഗ്രഹിക്കും. എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് അവനും വേണം. അവിടെയാണ് പിശാചിന്റെ പ്രവൃത്തികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അസൂയയുടെ സ്പിരിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദൈവം ഉണ്ടാക്കിയ സകല കാട്ടുമൃഗങ്ങളിൽ വെച്ചു കൗശലമേറിയ ജന്തുവാണ് പാമ്പെന്ന് ആചരിച്ചറിഞ്ഞത്. പിശാചി തിരിച്ചറിഞ്ഞു. അല്ലെങ്കിൽ പിശാചി പാമ്പിനകത്ത് വേറെ വല്ല കാര്യമുണ്ടോ? ഇവരെവിടെയാ നിൽക്കുന്നത്? ഇവരെവിടെയാ നിൽക്കുന്നത്? ഏത് തോട്ടത്തിലാണ് നിൽക്കുന്നത്? അതോ പോയി ഈ പാമ്പിന് ചെല്ലുവാൻ പറ്റിയ ഒരു ഇടമാണ് കാട്, തോട്ടം. തോട്ടത്തിലേക്കാണ് പാമ്പ് കൂടുതലും. പുള്ളി നോക്കിയപ്പോൾ ഏറ്റവും അടുത്ത് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയത് ഈ മൃഗമാണ്, ഈ ജന്തുവാണ്. ഔഷധമുള്ളവരിലാണ്. പാമ്പിലേക്ക് സാധാരണ ശക്തിയില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ആദമും ഹവ്വയും നിൽക്കുന്നത് ഏതൻ തോട്ടത്തിലാണ്. ഏതൻ തോട്ടം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നിലനിൽക്കുന്ന സ്ഥലത്താണ്. മനസ്സിലായില്ലേ? ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇറങ്ങി വരുന്ന സ്ഥലം, ദൈവം ഇരിക്കുന്ന സ്ഥലം. ജഡരക്തങ്ങൾക്ക് ഇരിക്കുവാൻ കഴിയാത്തൊരിടം. അങ്ങനെയാണെങ്കിൽ വേറെ കുറച്ച് മുഖീനോ? യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചെന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്നാൽ നീ മരിക്കും. അനന്തരം യഹോവയായ ദൈവം മനുഷ്യനെ ഏകനായിരിക്കുന്ന അന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. കൽപ്പന കൊടുത്തതിന് ശേഷം രണ്ടാമതേ പഠിച്ചു കഴിഞ്ഞതാണ്. അന്നേരം ചോദ്യം പിന്നെയാണ് ആലോചിച്ചത് ഈ പുള്ളിക്കാരി എപ്പോഴൊക്കെ വന്നത്. പുള്ളിക്കാരി വന്ന കാര്യം പറയുന്നത് നമ്മൾ വായിച്ചാൽ ബാക്കി. അനന്തരം യഹോവയായ ദൈവം മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. എന്ന് വെച്ചാൽ ആദമിനെ സൃഷ്ടിച്ച ആദമ് ഒറ്റയ്ക്ക് നടക്കുകയാണ്. എവിടെ? തോട്ടത്തിനകത്ത്. ദൈവം ഉണ്ടാക്കിയ നദികളിൽ കുളിച്ചു, ദൈവം ഉണ്ടാക്കിയ വൃക്ഷത്തിന്റെ ഫലങ്ങൾ കഴിച്ചു. അവിടെ ഏതെങ്കിലും മൃഗങ്ങളോ ജന്തുക്കളോ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ സഹകരിച്ചു ഒക്കെ പോകുന്ന ഈ ആദമിനെ കണ്ടപ്പോ ദൈവത്തിനൊരു തോന്നൽ, ഇവരിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് എനിക്കൊരു വിഷമമാണ്. ഞാൻ ചിന്തിക്കുന്ന ചിന്തയല്ല. കാരണം ഏറ്റവും കൂടുതൽ ദൈവം സ്നേഹിച്ചതായ മനുഷ്യനെ. അപ്പൊ ഇവൻ ഒറ്റയ്ക്ക് നടക്കുന്നത് കണ്ടപ്പോൾ ദൈവം ഒരു തീരുമാനം എടുത്തു, ഇവൻ ഒരു തുണയെ ഒരുക്കി കൊടുക്കണം. ബാക്കി എല്ലാ മൃഗങ്ങൾക്കും ദൈവം കൊടുത്തത് ഇടയാണ്. എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും മനുഷ്യന് തുണയെ കൊടുത്തത്? തുണ എന്ന് പറയുന്നത് തുണ എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് സമൂഹത്തിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ ഇണകളെയാണ്. ലിവിംഗ് ടുഗദർ അല്ലേ? പിശാചിന് ഇഷ്ടം തുണയേക്കാൾ ഇണയാണ്. ദൈവം സൃഷ്ടിച്ചത് എന്താണോ അതിന് ഓപ്പോസിറ്റ് പിശാചിനെ. കാരണം ഇവ പാപം ചെയ്ത് ദൈവത്തിന്റെ അരികിൽ ചെയ്ത് പോകരുത്. നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ച സമയത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നു, അവർക്ക് ഞാൻ പാപം എന്താണെന്ന് പറഞ്ഞു കൊടുക്കരുത്. പാപത്തെ കുറിച്ച്
വ്യഗ്രതയാണ്. പാമ്പ് പറഞ്ഞു കൊടുത്തിട്ട് വേണം ഒന്ന് ഫ്രീ ആയിട്ടില്ലേ. ഈ പാപം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് മനുഷ്യൻ ആരാണെന്ന് നീ ആദ്യം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ആദ്യം മനുഷ്യൻ ആരാണെന്ന് അറിയണം. ദൈവത്തോട് വസിക്കുവാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ഒരു കുറവായിരുന്നു അവന് തക്കതായ ഒരു തുണ ഇല്ലായിരുന്നു. ദൈവം അടുത്ത സ്റ്റെപ്പ് അവിടെ എന്താ ചെയ്ത് അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണാൻ അവന്റെ മുമ്പിൽ വരുത്തി. ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട സകല ജന്തുക്കളെയും പറവജാതികളെയും ആരുടെ മുമ്പിൽ കൊണ്ടുവന്നു? അവ എവിടെ വന്നോ? ഇല്ല. ആദമിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് സകല മൃഗങ്ങൾക്കും പേരിട്ട ആളാണ്. ഈ പേരിട ചടങ്ങിനിടയ്ക്ക് ദൈവം നോക്കുന്ന ഒന്നുണ്ട്. അവന് തക്ക തുണ ഇതിനകത്തുണ്ടോ? പേരിട്ട നാദമാണ്. പ്രാകൃതനായ മനുഷ്യൻ മൃഗങ്ങളോട് ചേരുന്നത്, മൃഗങ്ങളുമായി ഇണങ്ങി വസിക്കുന്നതും ആരുടെ ഈ കാലഘട്ടത്തിൽ ദൈവം നോക്കിയപ്പോൾ മനുഷ്യന് തക്ക തുണയെ എവിടെ കണ്ടില്ല? മൃഗങ്ങളുടെ കണ്ടില്ല. എങ്കിൽ പിശാചിന്റെ തന്ത്രം എന്താണെന്നറിയാമോ? മനുഷ്യനെ മൃഗവുമായി ഇണക്കുക എന്നുള്ളത്. മനുഷ്യനും മൃഗങ്ങളും ഇണങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ ഭൂമിയിൽ നടക്കുന്നുണ്ട്. എന്താണ് ദൈവം എന്ത് ചിന്തിച്ചോ അതിന് വിപരീതമായി ചിന്തിക്കുന്ന പുള്ളിയാണ്. ആദ്യം മുതലേ ഇവരുടെ ലക്ഷ്യം ദൈവത്തിന്റെ പദ്ധതികളെ പൊളിച്ചെടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? മാനുഷികമല്ലാത്ത ആത്മീകമല്ലാത്ത പൈശാചിക ചിന്തകൾ വരുമ്പോൾ നാം മനസ്സിലാക്കണം, ദൈവത്തിന്റെ ചിന്തകൾക്കും ആലോചനകൾക്കും അപ്പുറത്ത് പിശാചിനെ എന്തോ എന്നിൽ ചെയ്തെടുക്കുവാനുണ്ട്, ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുവാനുണ്ട്. അവിടെ പറയുക, ദൈവം നോക്കിയപ്പോൾ ആദമിന് തക്ക തുണയെ ലഭിച്ചില്ല. ഒരു മൃഗത്തെയും ആദമിന് തുണയായി കൊടുത്തില്ല, ഇണയായി കൊടുത്തില്ല. അടുത്ത വാക്യം എന്ന് പറയുന്നു, എങ്കിലും മനുഷ്യന് തക്കതായി തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഗാഢനിദ്ര വരുത്തി. ദൈവത്തിന് കണ്ടു കിട്ടിയില്ലെന്ന് ദൈവം തന്നെ പറയുക. എവിടെ? മൃഗങ്ങൾക്കിടയിൽ ഒരു തുണയെ പലപ്പോഴും ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളിൽ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഗുണങ്ങൾ പലതും മൃഗങ്ങളെ പോലെ പെരുമാറുകയാണ്. എങ്ങനെ? സ്നേഹമില്ലായ്മ, സഹകരണമില്ലായ്മ, കരുതലില്ലായ്മ, ജഡത്തിന്റെ സകല പ്രവൃത്തികളും ഇണയിലേക്ക് തുണയിലേക്ക് വന്നതിന് ശേഷം മൃഗത്തെ പോലെ നിർവിചാരിയായി മനുഷ്യൻ മാറുകയാണ്. അതെന്താ കാരണം? തക്ക തുണ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? തക്ക തുണ അല്ലെങ്കിൽ ആദമിന് തക്ക തുണ മൃഗത്തിൽ നിന്ന് എടുത്തില്ലെന്ന് പറയുമ്പോൾ മൃഗത്തിന്റെ സ്വഭാവമുള്ള നിന്റെ തുണയോട് നിനക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. എന്താ? ഓൺലൈനിൽ ശ്രമിക്കുന്ന നിങ്ങളോട് കൂടെ എന്താ? മൃഗസ്വഭാവമില്ലാത്ത സ്നേഹമുള്ള ഒരു തുണ. അതുകൊണ്ടല്ലേ ജ്യൂസ് കൊടുത്തപ്പോ ഒന്ന് ചോദിക്കാതെ വേണ്ടി കുടിച്ചേ? ഹലോ, ആരെ ജ്യൂസ് കൊടുത്തേ? ഒരു വർഷം മുമ്പേ ജ്യൂസ് കൊടുത്തു, ഉള്ളി മേടിച്ചിട്ട് താൻ സ്നേഹിക്കുന്നതിന്റെ ഭാര്യ. അതിനു മുമ്പ് വേറൊരാൾ ഭക്ഷണത്തിനകത്ത് വിഷയം കലക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുടുംബത്തിലുള്ള ഓരോരുത്തരെ എത്തിയിട്ടുണ്ട്. എന്ത് വാങ്ങി കഴിച്ച് അവരോടുള്ള വിശ്വാസം, അവരോടുള്ള ആത്മാർത്ഥമായ സ്നേഹം. ഈ സ്നേഹത്തെയാണ് പിശാച് മുതലെടുത്തത്. എന്റെ മൃഗതുല്യനായി പോകുന്നത് ദൈവികതയില്ലാതെ വരുമ്പോഴാണ് മനുഷ്യൻ മൃഗത്തേക്കാൾ പ്രാകൃതനായി മാറുന്നത്.
ഹല്ലേലൂയ. ഇത് നാം മനസ്സിലാക്കി തക്ക തുണ എന്ന് പറയുമ്പോൾ ദൈവികമല്ലാത്ത എന്ത് സ്വഭാവം പുരുഷന്റെ ഭാഗത്ത് നിന്നും സ്ത്രീയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് ഒരിക്കലും തക്ക തുണ കിട്ടുന്നില്ല. ഇത് പറയാതെ പോകാൻ പറ്റുന്നില്ല. കാരണം മനുഷ്യന്റെ സ്വഭാവം ദൈവം ഒരുക്കി കൊടുത്തത് തക്ക തുണ എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, നീ ഒന്ന് പൊരുത്തപ്പെടും, നീ ഒന്ന് സ്നേഹിക്കും, നീ ഒന്ന് കരുത് എന്ന് ദൈവം പറഞ്ഞു തന്ന കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതുകൊണ്ട് ആദ്യം എന്താ ചെയ്തത്? ആദ്യം ഒറ്റ കാര്യമുള്ളൂ, അവൾ കൊണ്ട് തന്നു, ഞാൻ അതൊക്കെ തിന്നു. എന്ത് പഴമാണെന്നോ എവിടുന്നാ കൊണ്ടുവന്നതെന്നോ ഏത് തലത്തിൽ നിന്ന് പറിച്ചതെന്നാണെന്ന് ചോദിച്ചോ? അത് വൈദ്യുതി നോക്കണം ചോദിച്ചോളൂ. അവള് തന്നു, ഞാൻ തിന്നു. മര്യാദയിലാവുന്ന ഞാനാണ്. എന്നെ പിന്നെ എത്തിച്ചിട്ട് ഇപ്പൊ ഞാനത് കറങ്ങോ? ആരും പറയാം. അതോ വായിച്ച വാക്യം ആദ്യത്തെ ഓപ്പറേഷൻ നടക്കാൻ പോവുകയും അതിന്റെ ഓപ്പറേഷൻ ഏത് ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷൻ നടക്കുന്നു. ആദ്യത്തെ ഓപ്പറേഷൻ ഒന്ന് മയക്കാൻ പോവുകയാണ്. ആദവനെ ഇതിൽ നിന്നാണ് മനുഷ്യന് ബോധം കിട്ടിയ എന്താ കിട്ടിയത്? മയങ്ങി കിടക്കുമ്പോൾ ചെയ്യും ഓപ്പറേഷൻ ചെയ്യും. അവനെന്ത് ചെയ്യും? മയക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചു. ഞാനിന്ന് ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം കുത്തിവെക്കും, അലർജി ഉള്ളൂ. പിന്നെന്ത് ചെയ്യും? നിന്റെ പൾസും നിന്റെ ഷുഗറും പ്രഷറും ഒക്കെ നോക്കിയിട്ട് മയക്കാനുള്ള ഇഞ്ചക്ഷൻ തരും. എന്താ കാര്യം? എവിടെ കിട്ടിയതാ? കിട്ടിയതാ. ഒരു ഗാഠനിദ്രയ്ക്കകത്ത് നിന്നും ഒരു മനുഷ്യന്റെ വാരിയലിന് ദൈവം എന്ത് ചെയ്യാം? ഊരിയെടുക്കുകയാണ്. അപ്പോൾ ഒരു വാരിയൽ കുറഞ്ഞിരിക്കണ്ടേ? ആണുങ്ങൾക്ക് വാരിയൽ കുറവാല്ലേ? അല്ല, ഞാൻ നിങ്ങളുടെ കൂടെ വന്നാലേ നിങ്ങൾക്ക് പറയത്തോളില്ല. ആ വാക്യം വായിച്ചു. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകൾ ഒന്നെടുത്തു. അതിന് പകരം മാംസം പിടിപ്പിച്ചു. എല്ലിന് പകരം മാംസം പിടിപ്പിച്ചു എന്ന് പറയുമ്പോൾ എല്ലെടുത്ത ഭാഗത്ത് എന്ത് വന്നു? പിന്നെ ആ സ്പേസ് അവിടെ ഉണ്ടോ? ഇല്ല. ഒരെല്ല് കുറവുണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്ത്രീക്ക് ഒരെല്ല് കാണാൻ പാടുള്ളൂ. കാരണം എന്താ? ഇവിടെ ഒന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ ദൈവത്തിനെ ഒന്നുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കാം. ദൈവം ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. ആ ശൂന്യത അവിടെ ഉണ്ടാകുകയില്ല. ആ മാംസമായ ശരീരത്തെ മാംസം വെച്ച് ഫിക്സ് ചെയ്തു. അവന്റെ ഉറക്കത്തായിരുന്നു. ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി. ഇവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരു ന്യായമായ ചോദ്യമാണ്. മനുഷ്യൻ എന്ത് ചെയ്യാൻ? നല്ല ഉറക്കത്തില, മയക്കത്തില. അപ്പോൾ അവന്റെ എല്ലിൽ ഒന്നെടുത്തു, മണ്ണ് കുഴച്ചുള്ള സ്ത്രീയെ ഉണ്ടാക്കി എന്നിരിക്കട്ടെ. കാരണം കൈകൊണ്ട് ദൈവം നിർമ്മിക്കാൻ സാധ്യതയുള്ളൂ. കാരണം മനുഷ്യൻ നിർമ്മിച്ചത് കൈകൊണ്ടായതുകൊണ്ട് നിർമ്മിച്ചു. എന്ത് ചെയ്തു? ഇവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി എന്നല്ല പറയുന്നത്. സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. മനുഷ്യൻ എവിടെ കിടന്നോ അവിടെ കൊണ്ടുവന്നു. എന്നുവെച്ചാൽ സൃഷ്ടിപ്പ് നടന്നത് വേറെ ഏതെങ്കിലും ഭാഗത്താകാം, ഭൂമിയിലാകാം, ഏത് തോട്ടത്തിലാകാം, എവിടെ ലക്ഷ്യമല്ല. മണ്ണിൽ നിന്ന് തന്നെ സ്ത്രീയെ ഉണ്ടാക്കി, മനുഷ്യന്റെ എല്ല് വെച്ച് സ്ത്രീയെ ഉണ്ടാക്കി ആരുടെ കൊണ്ടുവന്നു? മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇതെങ്ങനെ മനുഷ്യന് മനസ്സിലായി? ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഇവനെ പോലെ ഒരാൾ ഫ്രണ്ടിൽ നിൽക്കുക. അതുവരെ കാട്ടുമൃഗങ്ങളിലും പക്ഷികളിലും കാണാത്ത ഒരു ജീവി എന്നാണ് പറഞ്ഞത്.
ജീവിതം എന്ന് പറഞ്ഞാൽ അവനത് വെളിപ്പാട് കിട്ടി. എങ്ങനെ വെളിപ്പാട് കിട്ടാൻ കാരണം? അവൻ തേജസ്സിനകത്ത് വസിക്കുന്നു. തേജസ്സിനകത്ത്. അതുകൊണ്ടാണ് ആ പുസ്തകത്തിലെ ലാസ്റ്റ് വാക്യത്തിൽ പറയുന്നത്, എന്താ പറയുന്നത്? അതിന്റെ ലാസ്റ്റ് വാക്യം, മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു. എന്തേ നാണം തോന്നിയില്ല? ദൈവിക തേജസ്സിനകത്ത് ജീവിക്കുന്ന മനുഷ്യന് അതിന് ശാരീരികമായിട്ടുള്ള നാണം തോന്നുന്നതിന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ തേജസ് മൂടപ്പെട്ടിരുന്ന, ദൈവത്തിന്റെ തേജസ് വസിക്കുന്ന നമ്മുടെ മധ്യ ശരീരം ഭൂമിയിൽ നിന്ന് തേജസ്കരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ റൈമണ്ടിന്റെ കോട്ടും ലീല പാൻറ്റുകളാണ് പുറത്തേക്ക് പോകുന്നത്. നിന്റെ വസ്ത്രം മാറി നീ തേജസ്കരിക്കപ്പെടുക. എവിടെ നിന്ന്? ഭൂമിയിൽ നിന്ന് നീ തേജസ്കരിക്കപ്പെട്ടവനായി സ്വർഗത്തിലേക്ക് പോകുന്ന അതേ തേജസ്കരണം എവിടെയാണ്? ഏതെങ്കിലും ആദം ഹവ്വയും അനുഭവിക്കുക. ആത്മീക മർമ്മങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവുകളുണ്ട്. അവന്റെ ആത്മാവിൽ അവൻ തിരിച്ചറിയുകയാണ്. അവരുടെ ദൈവത്തിന്റെ തേജസ്സിനകത്ത് വസിക്കുന്ന ആദം തിരിച്ചറിയും. എന്തുകൊണ്ട്? അവര് പാപമില്ല. ദൈവികത തുറന്നു നിൽക്കുന്ന ആദമിന്റെ ഉള്ളിൽ പാപമില്ല. അവൻ തിരിച്ചറിയും. തമ്മിൽ തമ്മിൽ കണ്ടാൽ മനസ്സിലാകുമെന്ന് പറയുന്നതിന്റെ കാര്യമാണ്. നമ്മൾ പറയാറില്ല, മനുഷ്യർക്കുമ്പോ പറയാറില്ല, നിത്യത ചെല്ലുമ്പോൾ കാണാം. എങ്ങനെ കാണുന്നു? നിത്യത ചെല്ലുമ്പോ ആരും പറയണ്ട, പറഞ്ഞു തരണ്ട, ഇന്നയാളാണ് വന്നിരിക്കുന്നത്, ഇന്നയാൾ നിൽക്കുന്നത്. നമ്മുടെ ആത്മ മനുഷ്യരെ നിയമത്തിൽ അത് തിരിച്ചറിയുവാൻ കഴിയും. അതിന് ഉദാഹരണമാണ് ആദമിന് മുമ്പിൽ ഹവ്വ വന്നു നിന്നപ്പോ ഇവിടെ എന്റെ ശരീരത്തിന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസം നിന്ന് മാംസവും ആകുന്നു. എന്നിൽ നിന്ന് എടുക്കുന്നവരെ മനസ്സിലായി. ഉറങ്ങിക്കിടന്ന മനുഷ്യരെ മനസ്സിലായി എന്റെ ശരീരത്തിൽ. ഇനി പറഞ്ഞൊരു ചോദ്യത്തിന് കാര്യമുണ്ടോ? ആത്മാവിൽ, ആത്മീയതയുടെ നടുവിൽ, ദൈവിക തേജസ്സിന്റെ നടുവിൽ. അതുകൊണ്ടാണ് കൃപാവരങ്ങൾ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് നമ്മൾ നേരിടുന്നത്. പോയില്ലോ, കാരണം കൃപാവരങ്ങൾ വരില്ല, സ്വർഗത്തിലില്ല. അപ്പോ കൃപാവരങ്ങൾ ഇല്ലെങ്കിൽ അതിനുള്ളൊരു കൃപ ആർക്ക് വേണം? അവിടെ ശ്രദ്ധിക്കുന്നവർക്കെല്ലാം വേണ്ടേ? ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കാനാണ് കൃപാവരം. സ്വർഗത്തിൽ കൃപാവരങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. ആദമെ മനസ്സിലായി. ആദമിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിയാണ് ഹവ്വ. അവർക്ക് ആദ്യമായി ഒരു പേരിട്ടു. ആർക്കും പേര്? ആദം. നരകിൽ നിന്നെടുത്തതുകൊണ്ട് ഫസ്റ്റ് പേര് ഹവ്വയുടെ എന്താണ്? അപ്പൊ ഹവ്വ നമ്മൾ കാണുന്നത് അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. ഒരു മിനിറ്റ്. അന്ന് ഉണ്ടായിരുന്ന അപ്പന്റെ അമ്മയുടെ പേരെന്ന് പറഞ്ഞു. ദൈവത്തിന് അറിയായിരുന്നു. ഈ തേജസ്സിനകത്ത് വസിക്കുമ്പോഴും ഇവൻ തക്കമുടെ ഒരുക്കി കൊടുക്കുമ്പോഴും ദൈവത്തിനറിയാം ഇവൻ പാപം ചെയ്തതിൽ നിന്ന് അകന്നു പോകും. മുന്നാണ് ദൈവത്തിന് അറിയത്തില്ലായിരുന്നു. നടുവിലത്തെ വൃക്ഷം വെച്ചതെന്തിനായിരിക്കാം? ഇവൻ അനുസരണമുള്ളവരാണെന്നറിയാം. ഇവനോടൊരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇവൻ ചെയ്യുമെന്നുള്ള കാര്യം ദൈവത്തിനറിയാം. അതുകൊണ്ട് നടുക്കൊരു വൃക്ഷം വെച്ചു. കാരണം ഈ വാക്യം നമ്മൾ വായിച്ചു. മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ്
ഒരപ്പനെയും അമ്മയും ഒരപ്പൂപ്പനെയും അമ്മൂമ്മയും ആരെയും കണ്ടിട്ടില്ല. ആദമും ഹവ്വയും കണ്ടിട്ടില്ല. ആദിമ പിതാവും ആദാമെന്ന് പറയപ്പെടുന്നത് ആദമും ഹവ്വയാണ്. എന്നാൽ ദൈവം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, ഇനിയും ഭൂമിയിൽ ഉണ്ടാകുന്ന സകല മനുഷ്യരും അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏകദേഹമായി തീരും. ഇത് മനസ്സിലാക്കണം. അത് പറയുന്ന സമയത്ത് ഇവർ പാപം ചെയ്തിട്ടില്ല. ഏത് തോട്ടത്തിന്റെ വൃക്ഷത്തിന്റെ ഫലം പറിച്ചിട്ടില്ല. ഇവർ നഗ്നരായിട്ടില്ല. ഇവർ ഭൂമിയിൽ പോയിട്ടില്ല. ഇവർക്ക് തലമുറകൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ദൈവം മുന്നമേ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. മനുഷ്യന്റെ ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു. അവർക്ക് നാണം തോന്നിയിരുന്നതാണ്. ആ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ അവരെവിടെയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ആ വാക്യം ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അവർ തേജസ്സിനകത്തായിരുന്നു. ദൈവം മുന്നമേ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ ആ സമയത്ത് മനുഷ്യനെയായിരുന്നു. ദൈവ തേജസ്സിനകത്തായിരുന്നു. മൂന്നാമത്തെ ഒന്നാം വാക്യം വായിച്ചു. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായും കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. രണ്ടാം വാക്യം. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം. രണ്ടാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു എന്ത്? തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം തിന്നാം. നന്മതിന്മകളെ കുറിച്ച് ഉള്ള അറിവിന്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. ശ്രദ്ധിക്കണം. അന്ന് ഒരുത്തരേ ഉള്ളൂ, നീ മരിക്കും. മൂന്നാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പിശാച് വന്ന് സംസാരിക്കുന്ന വ്യക്തി ആരാണെന്നറിയാമോ? സ്ത്രീയോട്. സൃഷ്ടിപ്പ് കണ്ട വ്യക്തിയാണോ സ്ത്രീ? മൃഗത്തിന് പേരിടുന്ന സ്ത്രീയോടുന്നു. ഏതെന്തോന്ന് സൃഷ്ടിക്കുന്ന സ്ത്രീയോടുന്നു. ദൈവ കൽപ്പന കൊടുക്കുന്ന സ്ത്രീയോടുന്നു. പിശാചിനറിയാം മനുഷ്യനോട് ഇത് നേടിയെടുക്കാൻ പറ്റത്തില്ല. മനുഷ്യനോട് ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യൻ പിന്മാറത്തില്ലെന്ന് ആർക്ക് മനസ്സിലായി? പിശാച് മനസ്സിലായി. അതുകൊണ്ട് ആരെ പിടിച്ചു? സ്ത്രീയെ പിടിച്ചു. അവിടെ പറയുകയാണ്, 1-ാം വാക്യത്തിൽ പറഞ്ഞു കൗശലമേറിയ പാമ്പ്. എന്താണ് കൗശലം എന്ന് പറയുന്നത്? കുബുദ്ധി. അവൻ ചിന്തിച്ചു മനുഷ്യന്റെ അടുക്കൽ ചെന്നാൽ അവൻ ഇത് ഭക്ഷിക്കത്തില്ല. കാരണം അവനോട് ദൈവം പറഞ്ഞാൽ അവൻ അനുസരിക്കുന്നു. പിന്നെ ഇത് കഴിപ്പിക്കാൻ എന്താ മാർഗം? സ്ത്രീകളിലേക്ക് പോകണം. നമ്മൾ മാനുഷികമായി ചിന്തിച്ച് ഭർത്താക്കന്മാർ അടുത്തിരിക്കുമ്പോൾ, കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുള്ളപ്പോൾ പുറത്തു നിന്നുള്ള ആക്രമണങ്ങൾ കുറവായിരിക്കും. ഇവരൊന്നും മാറി നിൽക്കട്ടെ. പിശാചി ഔഷധത്തോടെ ആളെടുത്ത് വരും, സ്ത്രീയുടെ അടുത്ത് വരും. അതുകൊണ്ടാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന, പ്രാർത്ഥിക്കുമ്പോൾ അല്ലാതെ നിങ്ങൾ പിരിഞ്ഞിരിക്കരുത്. കാരണം ഏത് സമയത്തും ശത്രു നിങ്ങളെ അവകാശം പറയുവാനുള്ള സാധ്യത എവിടുണ്ട്? നിങ്ങൾ കുടുംബത്തിനകത്തുനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, എന്നോടുകൂടി ഇരിക്കുമ്പോൾ അല്ലാതെ നിങ്ങൾ വേർവിട്ടിരിക്കരുതെന്ന് പറയുവാനുള്ള കാരണം ഏതൻ തോട്ടത്തിൽ നടന്ന സംഭവമാണ്. ഹലോ, പ്രസംഗമായി പോയാൽ നിങ്ങൾക്ക് ബോറടിക്കില്ല. 2-ാം വാക്യം, സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം. അവൾ പറയുന്നതിനകത്തൊരു ബഹുവചനമുണ്ട്. നീ തിന്നരുതെന്ന് കൽപ്പിച്ചു. ആരോട്? ആദമിനോട് ദൈവം കൽപ്പിച്ചു. ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് നിങ്ങൾ ഒരാളെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് തിന്നാം. ചോദിക്കുന്നു, നിങ്ങൾ തിന്നരുതെന്ന് ദൈവം
സംശയിപ്പിക്കുന്ന രീതിയിലാണ് പാമ്പിന്റെ ചോദ്യം. നിങ്ങൾക്ക് ഇത് ഭക്ഷിക്കരുതെന്ന് തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം സ്ത്രീ പറയുന്നതെന്നറിയാമോ? ഞങ്ങൾക്ക് തിന്നാം. എന്നാൽ നിങ്ങൾ മരിക്കാതെ ഇരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞേ? സ്ത്രീ പറഞ്ഞു. ഞാൻ ചിന്തിക്കുകയാണ്, ഒരു പുരുഷൻ വിദേശ രാജ്യത്ത് പോയി കുറെ സമ്പാദ്യങ്ങൾ കൂട്ടിക്കൊണ്ടു വന്നു. നാട്ടിലൊരു ഭവനം പണിതു. സോളാർ, ഇൻവെർട്ടറും AC-യും സകലമായ ആധുനിക സംവിധാനം, റിമോട്ടിന്റെ ഗേറ്റും എല്ലാം ഉണ്ടാക്കിയ ശേഷം അവൻ അവന്റെ ഭാര്യയുടെ കയ്യിൽ ഈ വീടിന്റെ താക്കോൽ ഏൽപ്പിച്ച് ഇവൻ വിദേശത്തേക്ക് മടങ്ങിപ്പോയെന്നിരിക്കുന്നത്. ഓക്കെ, ഒരു പക്ഷേ ആ ഭർത്താവ് പറയാൻ സാധ്യതയുണ്ട്, ആവശ്യമില്ലാത്തതിലൊന്നും ചെയ്തില്ല, പണിയാൻ പോകരുത്, എനിക്ക് അതൊന്നും കൊണ്ട് എപ്പോഴും ഒട്ടും തരാൻ പറ്റത്തില്ല. കാരണം ഞാൻ ചെയ്തു നിങ്ങളോട് അത്ര മാത്രമേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കൂ. AC ഒക്കെ നീ സ്വിച്ച് ഓൺ ആക്കാൻ മതി, AC വർക്ക് ചെയ്യുള്ളൂ, അതിനകത്ത് നീ റിമോട്ടിലൊന്നും പണിയാൻ പോകണ്ട, ചീത്തയൊക്കെ എന്ന് പറഞ്ഞിരിക്കുന്നു. മൂന്നാമതൊരാൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്ന് ആ റിമോട്ടെ പിടിക്കുമ്പോ നിങ്ങൾ എന്തായിരിക്കും ആളോട് പറയുന്നത്? അച്ചാച്ചൻ പറഞ്ഞിട്ടുണ്ട്, അതെ, തൊടുക പോലും ശരിക്കും ആദം ബ്ലോക്ക് ചെയ്യുക. ആരെ? സ്ത്രീ. ആദം ഇവിടെ ഈ മരം ഇവിടെ അവിടെ ചെല്ലും, ഇത് പാലിക്കും, അവളോട് തൊടുക പോലും ഞാൻ വിശ്വസിക്കാം. അങ്ങനെയാണ് ഏറെ തുടരുത്, ഈ രണ്ട് വൃക്ഷത്തെയും തൊടുക പോലരുത്, നീ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലരുത്. ആദം പണിയുമായി ഏറെ തോട്ടത്തിൽ വന്നില്ല, ഇവിടെ എവിടെ മാറുന്നില്ല. ഇവളോട് തുടരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ നോക്കിയപ്പോ മറ്റുള്ള വൃക്ഷത്തിലെ ഫലങ്ങളൊന്നുമില്ലാത്തൊരു ഭംഗി കാണാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും തിന്മാൻ അതുവരെ തിന്നിട്ടില്ല. പക്ഷെ അവിടെ വൃക്ഷത്തിന്റെ ഫലം കണ്ടിട്ട് പറയും, ഇത് തിന്ന ജ്ഞാനം പ്രാപിക്കാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. സ്ത്രീ കണ്ടു വെച്ചിരിക്കുകയാണ്. ഇത് സൂപ്പർ സാധനം. ഏതാണ്? ഡ്രാഗൺ ഫ്രൂട്ട്. എന്താ കാണാൻ എന്തോ ഭംഗിയല്ലേ? ഒരു സ്പൂൺ എടുത്ത് വായിലോട്ട് തരണം, ഭംഗിയുണ്ടെങ്കിലും അറിയാം, കാണാൻ നല്ല ഭംഗിയാണ്. ഇവനോട് ഇവൻ പറഞ്ഞു, അതേ തുടരുത്, അങ്ങോട്ട് നോക്കരുത്, അങ്ങോട്ട് പോകരുത്, നിനക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നിനക്ക് അതൊന്നും വേണ്ടേ? എനിക്ക് ഇവിടെ ഹൃദയത്തിനകത്ത് അതിനോടൊരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടെന്ന് ആർക്കും മനസ്സിലായി. ഇനി വായിക്കും മൂന്നാം വാക്യം. എന്നാൽ നിങ്ങൾ പഠിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൽ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അപ്പോ ആദം ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഹവ്വയോട് പറഞ്ഞിട്ടുണ്ടാവും, തിന്നുന്ന നാളിൽ നീ മരിക്കും, പക്ഷെ മരിച്ചാൽ എന്ത് സംഭവിക്കും ഫ്യൂച്ചറിൽ എന്ന് ദൈവമാരോട് പറഞ്ഞിട്ടില്ല. ആദത്തോട് പറഞ്ഞിട്ടില്ല, മരിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ, മരണം അവൻ കണ്ടിട്ടില്ല. ഹലോ, മരണത്തിന്റെ ഭയം ആരുടെ ഉള്ളിലുണ്ട്? ആദമിന്റെ ഉള്ളിലുണ്ട്. ദൈവം പറഞ്ഞു, നീ തിന്നുന്ന നാളിൽ മരിക്കും. എന്നോടാ പറഞ്ഞ് ഞാൻ തിന്നാൽ മരിക്കുന്നു, നീ അത് തൊട്ടുപോകരുത് എന്നാലും പറഞ്ഞു. ഹവ്വയോട് ആദം പറഞ്ഞു, തിന്നുന്ന നാളിൽ മരിക്കുമെന്നും ആദം പറഞ്ഞു. പിശാച് കൊണ്ടുവന്ന സ്റ്റേറ്റ്മെന്റ് എന്നറിയാമോ? അവർ ഭയപ്പെട്ടതിനെ കറക്റ്റായിട്ട് പോയി പിശാച് കൊടുക്കുകയാണ്. നീ മരിക്കും. ഫസ്റ്റ് പ്രോമിസ് കൊടുക്കുകയാണ്, വ്യാജമായ സത്യപ്രതിജ്ഞ അവിടെ ചെയ്യുക. നീ മരിക്കയില്ല, നിശ്ചയം. ദൈവം പറഞ്ഞു നീ മരിക്കും. പിശാച് പറയുകയാണ് നിശ്ചയം. ആരും വിശ്വസിക്കൂ. ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല, ആ പുള്ളി പറയുന്ന കേട്ടില്ല, ഞാനിതിനെ വിശ്വസിച്ച്. പക്ഷെ ഉറപ്പായിട്ട് ഒരു കാര്യം പറഞ്ഞു, നീ മരിക്കുന്നില്ല. ആരും അപ്പൊ പിന്നെ ഞാൻ പറയാതെ എന്റെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി ഇവരിൽ എന്തോ ഒരു ദൈവികതയിൽ
ദൈവത്തിൽ തുടങ്ങിയത്. പ്രവചനം കാണുന്ന രീതിയിൽ ഇത് ദൈവത്തെ പോലെ ദൈവത്തിന്റെ ആത്മാവുകൾ പ്രവചിക്കുന്നു. എന്റെ ഉള്ളിൽ ഇരുന്ന രഹസ്യം ആർക്ക് വെളിപ്പെട്ടു? പ്രവാചകൻ വെളിപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പ്രവാചകൻ പറഞ്ഞത് ചെയ്യാൻ പോവുകയാണ്. ആര് തീരുമാനിക്കും? മനുഷ്യൻ തീരുമാനിക്കുക, സ്ത്രീ തീരുമാനിക്കും. മനുഷ്യൻ അതുകൊണ്ട് സ്ത്രീയോട് പറഞ്ഞു, നീ പോകല്ലേ, നീ വേണ്ടാത്തത് പോകല്ലേ, വേണ്ടാത്ത പ്രവചനം കേൾക്കാൻ പോകല്ലേ, വേണ്ടാത്ത പ്രാർത്ഥനയ്ക്ക് പോകല്ലേ, കേൾക്കൂ. അന്നില്ലാത്ത പൈസ ഉണ്ടാക്കി ടാക്സി വിളിച്ച് കൂട്ടുകൂടി എന്ത് ചെയ്യും? പോകും, പ്രവചനം കേൾക്കും. അടി കിട്ടിയോ? അടി കിട്ടാൻ പോകുന്നു, ഒന്നും മനസ്സിലാകത്തില്ല. പിന്നെയും പ്രോഗ്രാം വന്നെന്ത് ചെയ്യും? പിന്നെയും പോകും. മനുഷ്യനോട് ദൈവം പറഞ്ഞു നീ മരിക്കും. മനുഷ്യന് പേടിയുണ്ട്, അവൻ തിന്നത്തില്ല, അവനത് തുറക്കൂല, നോക്കത്തുമില്ല, അവൻ ആ ഏരിയയിലോട്ട് പോകില്ല. എന്നാൽ ഇതൊന്നും കാണാത്ത സ്ത്രീ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു, ദൈവം പറഞ്ഞതിനകത്താണോ കാര്യം, ഇവ പറയുന്നതിനകത്താണോ കാര്യം? കാരണം ഇവരുടെ മനസ്സിനകത്ത് ഇത് കാണാൻ ഭംഗിയുള്ളത്, കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമായി കിടക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഭയം എന്താ? ഇവരുടെ ഭയം എന്താ? അവരുടെ ഭയം ഇതെല്ലാം കഴിച്ചാൽ മരിച്ചു പോയാൽ, കാരണം മരിക്കുന്ന ആര് പറഞ്ഞിട്ടുണ്ട്? ആദ്യം പറഞ്ഞു വിശ്വാസികൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ മരിക്കത്തില്ല. നീ മരിക്കുന്നില്ല, നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയം. അത് തിന്നുന്ന നാളെ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോ ആ വാക്യത്തിനകത്ത് ഒരു സംശയം ഓർക്കുകയും, അതുവരെ ഇവർക്ക് നന്മ തിരിഞ്ഞ് അറിയില്ലായിരുന്നു. എന്ത് പറയുന്നു? നന്മയും തിന്മയും ദൈവം പറഞ്ഞല്ലോ, തിന്നുന്ന നാളിൽ മരിക്കും. പിശാച് പറയുകയാണ്, തിന്നുന്ന നാളിൽ നിന്റെ കണ്ണ് തുറക്കും, പുതിയ ദൂത് വരികയാണ്. ദൈവം മരിക്കുന്ന പറഞ്ഞു. ഇവിടെ പുതിയ അഡ്ജസ്റ്റ്മെന്റ് ഫിറ്റിംഗ്സ് ആക്ടിവിറ്റീസ് ഒക്കെ വെച്ച് പുതിയ ദൂത് വരിക, നിന്റെ കണ്ണ് തുറക്കും. ഒന്നാമത്തെ വാക്യം, ഒന്നാമത്തെ ദൂത് നിന്റെ കണ്ണ്. അപ്പൊ അതുവരെ നിന്റെ കണ്ണ് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അങ്ങനെ തോന്നുന്നു മനസ്സിലാക്കാത്ത. ഇത് മനസ്സിലാക്കിയ ഞാനാ പറയുന്നത് നീ മരിക്കത്തില്ല. വിശാല് പറഞ്ഞ ശരിയാണ്. എന്താ പറയുന്നത്? ദൈവ സാന്നിധ്യത്തിനകത്ത് മരണമില്ല. ദൈവം വസിക്കുന്നിടത്ത് മരണമില്ല, ഗുണമില്ല, ദുഃഖമില്ല, രോഗമില്ല. അതാർക്കറിയാം? അതുകൊണ്ട് പിശാച് അഷുറൻസ് കൊടുത്തു, നീ മരിക്കില്ല നിശ്ചയം, കാരണം നീ എന്ന് നോക്കുക. അപ്പോ ഏതുകൊണ്ട് ഭൂമിയിലാണോ? നീ മരിക്കില്ല നിശ്ചയം എന്ന് പിശാച് പറയുമ്പോ പിശാചിനൊക്കെ ഉറപ്പോടുകൂടി ആ കാര്യം പറയാനുള്ള ധൈര്യം തന്നെ. ദൈവത്തിന്റെ തേജസ് വസിക്കുന്നിടത്ത് മരണമില്ല. നമുക്കറിയാം. എന്റെ കൂടെ ഉണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും. അത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞത് പിശാച് പറയുകയാണ്, നിന്റെ കണ്ണ് തുറക്കും. നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആവുകയും ചെയ്യും. നേരത്തെ സ്റ്റേറ്റ്മെന്റ് ദൈവം ആദമിനോടാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് പിശാച് ഹൗവയോടാണ് പറയുന്നത്. ഒരു പുതിയ ദൂതും കൊണ്ട് ഹൗവ നേരെ ഓടി ആദമിന്റെ അടുത്ത് ചെന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടേനെ. ദൂതും കേട്ട് അനുഗ്രഹവും പ്രാപിച്ച് പഴവും പറിച്ച് തിന്നു. എന്തായാലും ഞാൻ തിന്നില്ല, ഇരിക്കട്ടെ. സ്വന്തമായിട്ട് സ്വയമായിട്ട് ഞാൻ അനുഭവിക്കുവാൻ ഒരിക്കലും ഇതിന്റെ പങ്കാളി ഒരുത്തരുണ്ട്.
അവൻ ഏത് തോട്ടത്തിൽ എവിടെയോ കറങ്ങി നടക്കുന്നു, അവനും കൂടെ ഞാൻ കൊടുക്കും. അവ പറിച്ചു തിന്നു, എന്ത് ചെയ്തു? അവനും കൊടുത്തു. അങ്ങനെ നീ സുഖമായിട്ട് തീരണം. ഇത്ര നാളൊക്കെ നീ ഒറ്റയ്ക്കൊക്കെ നടന്നു. ഇനി നീ ഒറ്റയ്ക്കൊന്നും നടക്കണം. നിന്റെ കൂടെ ഞാനൊരു നിറയായിട്ടുണ്ട്. ഞാൻ എനിക്ക് എന്ത് വന്നാലും അതിന്റെ ഒരു ആവശ്യമില്ല. എവിടെ തുടങ്ങിയതാണ്? സകല പരിപാടി തുടങ്ങിയത് ഏതില്ല. നമ്മുടെ വിചാരിക്കും പിന്നീട് തുടങ്ങിയതാണ്. ഇത് നേരത്തെ ഉണ്ട്. ദൈവം അറിയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു, അതുകൊണ്ട് നീ ഇത് ഭക്ഷിക്കരുതെന്ന് ദൈവം നിന്നോട് പറഞ്ഞത് എന്ന് ഒരു സംശയം സ്ത്രീയുടെ ഹൃദയത്തിലേക്ക് കൊടുത്തു. അതുകൊണ്ട് അവർ പറയുന്ന സ്ത്രീകൾ ബലഹീന മാത്രമെന്ന്. അതെങ്കിലും ഒന്ന് പഠിച്ചു. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ക്രിസ്തുവിനെ കൂട്ടവകാശികളും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ബലഹീനത എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വീണു പോകാം, പെട്ടെന്ന് ചഞ്ചലപ്പെടാം, പെട്ടെന്ന് ചതിക്കുഴിയിൽ വീഴാം. അതെ, ഞങ്ങളൊന്നും അങ്ങനൊന്നും വീഴത്തൊന്നുമില്ല. ഞങ്ങളൊന്നും ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നത് എന്ത് കുഴി കിടന്നുകൊണ്ട് പോയി ഞങ്ങളെ ഒന്ന് ഞങ്ങൾ വീണുപോയി, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? കൈക്ക് വേണ്ടി കേട്ട് ആദ്യം കൈ വിട്ടാൽ തീർന്നു. ചാർന്ന് എന്ത് ചെയ്തില്ല? കൈ വിട്ടില്ല. പക്ഷെ അതിന് ദേഷ്യം ആണെന്ന കാര്യം ചുമ്മാ നടന്നയാണ്, ഒറ്റയ്ക്ക് നടന്നയാണ്. എന്നെ കൊണ്ട് കുഴി ചാടിച്ചപ്പോ മയ്യേ പറഞ്ഞില്ല. എന്നോട് കൂടി ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു. ഇവളെ എനിക്കറിയത്തില്ല, ഇവളെ എനിക്കിപ്പോ കിട്ടിയത്. ഇവളെ തന്നു, ഞാൻ തിന്നു. കാരണം ഇവിടെ എനിക്ക് തുടരായിട്ട് നീ തന്നതല്ലേ. ഞാൻ എന്തിനു ചോദിക്കണം? ഇത് എവിടെ പോലെ നീ പറഞ്ഞേ? ഏത് വൃക്ഷത്തിന്റെ ഫലമാ? കാര്യമില്ല, അവിടെ പോയില്ലേ മുമ്പ്. അവൻ ചോദിച്ചില്ല, ചോദിക്കണമായിരുന്നു. ഇന്നും പലപ്പോഴും പല കാര്യങ്ങളും ആരും പറയുക എന്തില്ല, ചോദിക്കുന്നതിന് അവളോടുള്ള വിശ്വാസം കൊണ്ട്. ജ്യൂസ് കൊടുത്തവെന്ന് പറ്റി അത്താഴം ഒരുക്കി കൊടുത്തവെന്ന് പറ്റി മരുമോളല്ലേ മോളല്ലേ തരുന്നതെന്ന് വിചാരിച്ച് അമ്മയും അമ്മനും ഒക്കെ മേടിച്ച് കഴിച്ച് അതിനുശേഷം ഭർത്താവിനെ തീർന്നു അവിടെ പിടിക്കും. വിശ്വാസത്തെ തകർത്ത് കളയുക എന്നുള്ളതാണ് പിശാചിന്റെ ആദ്യത്തെ പണി. അപ്പോ ഏത് വിശ്വാസത്തെ ആദ്യം തകർക്കണം? ദൈവവുമായുള്ള വിശ്വാസത്തെ ആദ്യം തകർക്കണമെന്ന് കൗശലമേറിയ പാമ്പിനറിയാം. പാമ്പ് പറഞ്ഞു, നിശ്ചയമായി നീ മരിക്കത്തില്ല. അതിന്റെ പുറത്തൊരു സീല് വെച്ചിട്ട് പറയുകയാണ്, നിന്റെ കണ്ണു തുറക്കാൻ പോവാ, നീ ദൈവത്തെ പോലെ ചിന്തിക്കാനും കാണുവാനും പോവുക. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ നീ അത് തുടരുത്. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചിരുന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇവരുടെ കണ്ണു തുറന്നു. പിശാച് പറഞ്ഞതുപോലെ അപ്പോ തന്നെ അപ്പോ ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ കണ്ണ് തുറക്കാൻ തോന്നുന്ന ഞങ്ങൾ നഗ്നരെന്ന് അറിയാതെയാണ്. ഹലോ, ആണോ? അങ്ങനെയാണോ? ഇല്ല, നീ എന്റെയും നിന്റെയും മുകളിലുണ്ടായിരുന്ന ദൈവിക തേജസ്സിന്റെ രൂപം അപ്പോഴാണ് മനസ്സിലായ പറ്റിച്ചു. ആര് പറ്റിച്ചു? ദൈവത്തോടുകൂടെ വസിക്കുവാനുള്ള അവസരം നഷ്ടമായെന്ന് സ്ത്രീക്ക് മനസ്സിലായപ്പോൾ സ്ത്രീ അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. എന്താണ്? അവന് ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, ഞങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു, 10 ഇര കൂടി തുന്നി ഞങ്ങൾക്ക് അരയാറെ ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം
തങ്ങളെ കാണാതിരിക്കാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്ന് ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി. ആരാ ദൈവം ആരോട് ആദ്യം പറഞ്ഞു? മനുഷ്യൻ. ആരാദ്യം പറയുന്നത്? മനുഷ്യൻ. എന്താ മനുഷ്യന്റെ സ്റ്റേറ്റ്മെന്റ്? എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. എന്നോടുകൂടി ഇരിക്കാൻ യഹോവയായ ദൈവം സ്ത്രീയോട് നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചു. ആദ്യത്തെ ചോദ്യം ആരോടാ? സ്ത്രീയോട്. ആദ്യത്തെ ചോദ്യം ആരോടാ? ആദമിനോട്. പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. എന്താണ് സന്ദർഭം? അവളും കയ്യേറി. അവള് പറയുകയാണ് പാമ്പിനെ വഞ്ചിച്ചു. കണ്ണു തുറന്നപ്പോൾ മനസ്സിലായേ വഞ്ചനയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു അനർത്ഥം സംഭവിച്ച് കഴിഞ്ഞാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇത് വഞ്ചനയായിരുന്നു, സാധാരണ വഞ്ചനയായിരുന്നു. വഞ്ചന വന്നതുകൊണ്ടാണ്, തേജസ് നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ്, തേജസ്സിന് വില കൊടുക്കാനതുകൊണ്ടാണ്, വൃക്ഷഫലം നല്ലതെന്ന് കണ്ടതുകൊണ്ടാണ്. അവളുടെ ആഗ്രഹം ദൈവത്തിന്റെ ശബ്ദത്തെക്കാളുപരി പൈശാചിക ശബ്ദത്തിന് ചെവി കൊടുത്തത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? വഞ്ചനയ്ക്കകത്ത് വിട്ടുപോയത്. ആ ഒരു സമർപ്പണം മാത്രം ദൈവത്തിന് മതി. എന്ത് പറ്റിപ്പോയി തിന്നരുതെന്ന് പറഞ്ഞു പോയോ? അതിരുന്നു. അപ്പൊ ഈ നമ്മൾ നേരത്തെ വായിച്ച 2-ാം അധ്യായത്തിന്റെ സെക്കൻഡ് ലാസ്റ്റ് വാക്യത്തിനകത്ത്, ആ വാക്യം 2-ാം അധ്യായത്തിനകത്ത് എഴുതി വെക്കാനുള്ള കാരണം എന്തായിരിക്കും? ഈ വൃക്ഷഫലം തിന്നുമെന്ന് ആർക്കറിയാം? അടുത്ത സ്റ്റെപ്പ് ഇവരെ ഭൂമിയിലാക്കണമെന്ന് ആർക്കറിയാം? അടുത്ത സ്റ്റെപ്പ് ഇവർക്ക് മക്കൾ ഉണ്ടാകുമെന്ന് ആർക്കറിയാം? ഈ ഇവരെ തിരിച്ചെടുക്കാനുള്ള പ്രോസസ്സാണ് നമ്മൾ വേറെ ചാപ്റ്ററിനകത്ത് പഠിക്കും. ദൈവ തേജസ്സിൽ നിന്ന് അകന്നുപോയ ആളുവിനെ ഹവ്വയും ആ ജനത്തെ, ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരികയുള്ള പ്രോസസ്സാണ് മനുഷ്യനെ വീണ്ടെടുക്കുക. അത് നമുക്ക് പിന്നെ പഠിക്കും. ആ ആദ്യത്തെ സൃഷ്ടിപ്പുകൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഈ വാക്യത്തിനകത്ത് ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യം 3 വാക്യം 3 പേരും വായിച്ചാൽ നമ്മൾ വായിച്ചു നിർത്തിയ വഞ്ചിച്ചു എന്ന് പറഞ്ഞ വാക്യത്തിന് മുകളിൽ നിന്ന് 3 വാക്യം. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? നീ നഗ്നനെന്ന് ദൈവത്തിന്റെ സ്നേഹം കണ്ടോ? ദൈവം അവരെ തേജസ് കൊണ്ട് മൂടി ദൈവിക വാസം ചെയ്യുന്ന ഏതൊരു തോട്ടത്തിനകത്ത് പ്രൊട്ടക്ഷൻ കൊടുത്ത് ഇരുത്തിയെടുത്തു നിന്നും അവരുടെ തേജസ് നഷ്ടപ്പെട്ടപ്പോഴും ദൈവത്തിന്റെ സ്നേഹം നീ നഗ്നനെന്ന് ആരോഗ്യനോട് പറഞ്ഞു. ദൈവം അടുത്ത ചോദ്യം ശ്രദ്ധിക്കണം. ഞാൻ തിന്നരുതെന്ന് അത് ദൈവത്തിന് അറിയാത്തതുകൊണ്ട് ചോദിച്ചതാണ്. സമ്മതം നടത്താതെ പാപത്തിന് മോചനമില്ല. തിന്നരുതെന്ന് പറഞ്ഞത്, ദൈവിക കൽപ്പനയായി ചെയ്യരുതെന്ന് പറഞ്ഞത് നമ്മൾ ചെയ്താൽ തീർച്ചയായും ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. ചെയ്യരുതെന്ന് പറഞ്ഞത് കുഞ്ഞെ നീ ചെയ്തോ? ഇല്ല കർത്താവേ, നീ പറഞ്ഞതിനെ ചെയ്തിരുന്നാ പറഞ്ഞേ. അവര് 2 പേരും സമ്മതം നടത്തി. ആദാമിന്റെ ശൈലി നടത്തി, ഹവ്വയുടെ ശൈലി നടത്തി. അതിന് മനുഷ്യൻ എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. ദൈവം സ്ത്രീയോട് നീ ചെയ്തത് എന്തെന്ന് ചോദിച്ചതിന് പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്തുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. ദൈവത്തിന്റെ സ്നേഹിക്കുമെന്നായിരുന്നു.
തിന്നുന്ന നാളിൽ. ഈ വാക്യത്തിനകത്ത് ഒരു മർമ്മം ഒളിഞ്ഞു. എന്തായിരിക്കും ഇപ്പോ വായിച്ച വാക്യത്തിനാണ് പാമ്പിനോട് പറയുന്നതായിരിക്കും. നീ ആയുഷ്കാലമൊക്കെ പൊടി തിന്നു. ആയുഷ്കാലമൊക്കെയും ആയുഷ്കാലം ദൈവം ആദ്യം പറഞ്ഞാൽ തിന്നുന്ന നാളിൽ ആദ്യ ശിക്ഷ വിധിച്ചതാർക്കെന്നറിയോ? പാമ്പിന് ആയുസ് വരുന്നുണ്ടെങ്കിൽ ജീവനുള്ള കാലമൊക്കെ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അതുവരെ ദീർഘായുസോടിരുന്ന മനുഷ്യനും മൃഗങ്ങളും എവിടെയാണ് തെറ്റുപറ്റി മരണം എവിടെയാണ് എങ്ങനെയാണ് മൃഗങ്ങളിലേക്ക് മനുഷ്യരിലേക്ക് കടന്നത്? ഏതെങ്കിലും അനുസരണത്തെ എടുക്കുന്ന ഈ തെറ്റ് ചെയ്യാൻ കാരണക്കാരനായ പാമ്പ്. അതുകൊണ്ട് ഫസ്റ്റ് ശിക്ഷ ആകുകയാണ്. ഒന്നുകൂടെ എല്ലാ കന്നുകാലികളിലും നീ ഇത് ചെയ്തത് കൊണ്ട് എല്ലാ കന്നുകാലികളിലും എന്ത് ചെയ്തത് കൊണ്ട് ഇതിനുള്ള ശിക്ഷയെ ഞാൻ പറയാൻ പോകാൻ. നീ എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലം ഒക്കെയും ഒടിയില്ല. നിന്റെ ആയുഷ്കാലം അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. നിനക്ക് മരണം ആദ്യം സംഭവിക്കും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഇത് ഉണ്ടാകും. പലരും ബിബ്ലിക്കലായിട്ട് സ്പിരിച്വലായിട്ട് ഈ വാക്യത്തെ പറയാറുണ്ടെങ്കിലും നമ്മൾ അതിനെ ഭൗതിക തലത്തിൽ തന്നെ ചിന്തിക്കുക. ഏതൊരു പാമ്പിനെ കണ്ടാലും ആദ്യം നമ്മൾ തപ്പുന്നതായിരിക്കും. ആദ്യം തപ്പുന്ന വഴിയാണ്. വഴി അവൻ കൈ കിട്ടിയ അവന്റെ കാര്യം ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കും. ആദ്യം വാലിന് കഴിയും അല്ലേ? ഇവിടെ പറഞ്ഞ വാക്യത്തിൽ എന്താ പറയുന്നത്? ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. ഈ മനുഷ്യന്റെ തലമുറകളിൽ എന്ന് നിന്നെ എവിടെ വെച്ച് കാണുന്നു അവൻ നിന്റെ തല തകർക്കും. അവിടെ വെച്ച് നിന്റെ തലയാവുന്നത്. നീ അവന്റെ കുതികാൽ നീ നിനക്ക് തിരിച്ച് പ്രതികാരം ചെയ്യണ്ടേ? നിനക്ക് അവസരം കിട്ടുന്ന കാര്യം കഴിക്കാം. അതിനുവേണ്ടി നീ എന്ത് ഇടഞ്ഞായിരിക്കും നടക്കുന്നത്. പക്ഷെ ഇവിടെ പറയുകയാണ് പാമ്പിന്റെ തല തകർക്കും, പാമ്പ് നിന്റെ ഇതിന് രണ്ട് പേര് തമ്മിൽ ജോലിപ്പെടുന്നതായിരുന്നു. ഒരു കൂട്ടുകൃഷിയായിരുന്നു. ആര്? ഹവ്വയും പാമ്പും. അതുകൊണ്ട് ഒരു പണി ആർക്കും കൊടുക്കണം. അതുകൊണ്ട് ആർക്കും കൊടുക്കണം? ശിക്ഷ വിധിക്കും ആർക്കും കൊടുക്കണം? ഹവ്വയ്ക്ക് കൊടുക്കണം. ഹവ്വയിൽ നിന്നുണ്ടാകുന്ന തലമുറകൾക്ക് ഇതിനോട് ശത്രുത്വം, ഇതിന് ഹവ്വയുടെ മക്കളോടും. അത് ഏതെങ്കിലും ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്. നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത് ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ ഞങ്ങൾക്ക് എന്ത് വേണം? സമത്വം. ഞങ്ങളും വണ്ടി ഓടിക്കും, ഞങ്ങൾ ഫ്ലൈറ്റ് ഓടിക്കും, ഞങ്ങൾ പ്രധാനമന്ത്രിയാവും. ഞങ്ങൾ സ്ത്രീകൾക്കും എന്ത് വേണം? സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ ഒത്തിരി സംഘടനകളുണ്ട്. പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കാൻ സംഘടനകളൊന്നുമില്ല. ഇവിടെ പറയുകയാണ് എന്താ പറഞ്ഞത്? സ്ത്രീയോട് കൽപ്പിച്ചത്. സ്ത്രീയോട് അടുത്ത കൽപ്പന പോവുക. ഫസ്റ്റ് കൽപ്പന പാമ്പിനോട്, സെക്കൻഡ് ശിക്ഷാവിധി സ്ത്രീയോട് നടത്തുക. ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും പറയാറില്ലേ? കഷ്ടകാല ഈ പുലിയുടെ കൂടെ ഇറങ്ങി തിരിച്ചറിഞ്ഞുകൊണ്ട് കഷ്ടതയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ കഷ്ടത ചെറുപ്പം തൊട്ടേ അനുഭവിക്കുന്നതാണ്. ഇങ്ങനെ ഏതെങ്കിലും പുരുഷന്മാർ പറഞ്ഞു കൊടുക്കണമല്ലോ? ധാരാ പറയുന്നത് കഷ്ടതയോട് കഷ്ടതയാണ്. കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. പുതിയ ജനറേഷനൊക്കെ ആയപ്പോ നാം രണ്ടത് നമുക്ക് ഇപ്പൊ നാം ഒന്ന് നമുക്ക് ഒന്ന് നേരത്തെ ആയിരുന്നു
ഏകദേശം ഒരു 10-15 വർഷത്തേക്ക് ഒരു ടൂറാണ് അല്ലേ? ഒരു വീട്ടിൽ എത്ര മക്കളുണ്ട്? 10-15 മക്കളാ. ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്? നിനക്ക് ഗർഭധാരണവും തലമുറകൾ കൂടുതൽ വേണമെന്നുള്ള കോൺസെപ്റ്റ് വന്നത് എവിടുന്നാണ്? കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. സ്ത്രീക്കല്ലാതെ ഇതിനെയൊക്കെ വെല്ലു വളർത്തിയത് എങ്ങനെയാണെന്ന് ദൈവത്തിൽ എനിക്ക് മാത്രം ആര് പറയും? സ്ത്രീ പറയും, പുരുഷൻ പറയും. എന്റെ പൊന്നു കുഞ്ഞെ, എന്റെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ ഈ എന്റെ പിള്ളേരെ വെച്ചുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാടും പോയി വരുത്തി വെച്ചത് അള്ളാഹ് പറ്റിയ സകല സ്ത്രീകളും അനുഭവിക്കുവാൻ വേണ്ടി ദൈവത്തിരിക്കുകയാണ്. ആ ശിക്ഷ നിലനിർത്തിയിരിക്കുക. ഇപ്പൊ ഇപ്പോഴത്തെ പരിപാടിയെല്ലാം വേദന വേണ്ട, ഓപ്പറേഷൻ. എന്റെ ഭാര്യ വേദനിക്കുന്നില്ല. ഏതൊക്കെ ഓപ്പറേഷൻ വീണ്ടും സജീവമായിരിക്കുകയാണ്. എന്ത് മക്കളെ പുറത്ത് വരുന്ന ഓപ്പറേഷൻ. ദൈവം പറഞ്ഞ ഈ വേദനയോട് പ്രസവിക്കും. പിശാചിന്റെ ആഗ്രഹം ദൈവത്തിൽ പറഞ്ഞ ഓപ്പോസിറ്റ് പുതിയ പരിപാടികൾ കൊണ്ടുവന്നു. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. എത്രയൊക്കെ വടക്ക് വിളിച്ച് നമ്മൾ വിചാരിക്കും പോവും. അടുത്ത മതി കയറി ഇതിനെ എവിടെ കൊണ്ടുവന്നു അവിടേക്ക് പോവും. കാരണം ഇവളുടെ ആഗ്രഹം ഞാൻ ചത്താൽ നിന്നെയും കൊണ്ട് ഞാൻ പോകുന്നത് അവസാന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഫീൽ വയ്ക്കും. അങ്ങനെ സ്വന്തമായിട്ട് എന്ത് ചെയ്യണ്ട, തന്നെ നിങ്ങളെ കൊണ്ട് ഞാൻ എവിടെ വന്നേ ദൈവം കൂട്ടിച്ചേർത്തതിൽ മാത്രമേ അത് കാണത്തുള്ളൂ. അഭിനന്ദിക്കണം. തക്ക തുണയെ ഒരുക്കി കൊടുത്താൽ മാത്രമേ ഈ സ്റ്റേറ്റ്മെന്റ് വരത്തുള്ളൂ. അല്ലെങ്കിൽ പറയും ഇയാളുടെ കാര്യം നോക്കി ഞാൻ കാര്യം. അപ്പൊ മനസ്സിലാക്കിയത് തക്ക തുണ അല്ല, ഇത് തുമ്മിയെ തെറിക്കുന്ന മൂക്കാണ്. ഭരണം ആർക്ക് വേണ്ട? ഞങ്ങളും നിങ്ങളും ഒന്നാണ്. ഞങ്ങളെ ഭരിക്കാനൊന്നും വേണ്ട, ഞങ്ങൾക്കെല്ലാം അറിയാം. ഇനി നിനക്ക് എന്നൊക്കെ അറിയാമെങ്കിലും രാത്രി ജംഗ്ഷൻ വരെ പോകണം, ആരോട് പോകണം? ബസ് ഇറങ്ങിയ ബസ്സിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് വീട്ടിലെത്താനായി വേണം. അച്ചാച്ചൻ രാത്രി പറഞ്ഞ് നാളെ രാവിലെ ഞാൻ വരാമെന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കം പോയി. എല്ലാം ഞാൻ ചെയ്തോളാം പറയുന്നത്. ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? അവൻ നിന്നെ ഭരിക്കും. ഒരിക്കലും അതിനെ മാറ്റുവാൻ മനുഷ്യർക്ക് കഴിയത്തില്ല. ദൈവം അത് അനുവദിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. സ്ത്രീയെ ഭരിക്കേണ്ടത് പുരുഷനാണ്. അതങ്ങനെ തന്നെ ആയിരിക്കും. ഈ ലോകത്ത് പുരുഷനും സ്ത്രീയും ഉള്ളിടത്തോളം കാലം ദൈവത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റിന് ഒരു മാറ്റം സംഭവിക്കുകയില്ല. മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും. മൂന്നാമത്തെ ശിക്ഷ കൊടുക്കുകയാണ്. ഒന്നാമത്തെ ശിക്ഷ പാമ്പിന് കൊടുത്തു, രണ്ടാമത്തെ സ്ത്രീക്ക് കൊടുത്തു, മൂന്നാമത്തത് ഇതിന് കൂട്ടുനിന്ന മൂന്നാം പ്രതിക്ക് കൊടുക്കുകയാണ്. നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുത് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തത് കൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി ശപിക്കപ്പെടുവാനിടയായി. നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അപകീർത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുറയ്ക്കും. ഹലോ, ഏറെന്തോട്ടത്തിൽ കൊട്ടയമുണ്ട്, ഫ്രൂട്ട്സും നടന്നു കൂടിയേ. ഇപ്പൊ കിട്ടിയ ശിക്ഷ എന്താണെന്നറിയോ? നീ നടുന്ന കൃഷിക്കകത്ത് മുള്ളും അത് പറിക്കാൻ നേരം വേണം. എന്ത് നെല്ല് വളർന്നു വെക്കുക, അതിനകത്ത് എന്തുണ്ട്? കളയുണ്ട്.
നെല്ല് പറിക്കുമോ കള പറിക്കുമോ? ഇത് തിങ്ങിയിരുന്നുള്ള അവസ്ഥ എന്താ? ഒരു പണി ചെയ്തോണ്ട് രസം ഭക്ഷണം കഴിച്ച് ജീവിക്കാന്ന് വെച്ചാൽ അതിനകത്തും പണിയാണ്. വയലിലെ സസ്യം നിനക്ക് ആഹാരമാണ്. ഫലം കഴിച്ചോണ്ട് വൃക്ഷങ്ങളുടെ ഫ്രൂട്ട്സ് കഴിച്ചോണ്ട് നടന്ന മനുഷ്യരോട് കുറെ അംഗീകരിക്കണം. വൃക്ഷത്തിന്റെ ഫ്രൂട്ട്സ് എന്താ? കപ്പ, ചേന, കാച്ചി, മണ്ണിന് അടിയുണ്ടാകുന്നത്, മണ്ണിന് പുറത്തുണ്ടാകുന്നത്. ഇനി നീ ഇതൊരു തിന്നണം, നീ വന്ന് വെച്ച് പിടിപ്പിച്ചാലും നിനക്ക് തിന്നാൻ പറ്റുമോ? നേരത്തെ അല്ല, ആവശ്യം പോലെ ഇഷ്ടം പോലെ. എപ്പോഴും മനുഷ്യരൊക്കെ തങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ അത് നശിപ്പിക്കുകയല്ലേ മനുഷ്യന്റെ ഉദ്ദേശം? പൈശാചികമായ ചിന്തകൾ നമ്മുടെ നന്മകളെ തകർത്ത് കളയുവാനാണ് എപ്പോഴും നമ്മളോട് ഫൈറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഞാൻ പറഞ്ഞു വന്ന വാക്യത്തിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പിശാച് പറയുന്ന ഒരു പോയിന്റ്. ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കില്ല നിശ്ചയം, നിങ്ങൾ ദൈവത്തെ പോലെ. എന്തേ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ കാരണം? ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ച ഒരാളാണ് ഇത് പറയുന്നത്. ഹലോ, ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ച ആൾക്ക് വെട്ടുകിട്ടി താഴെ കിടക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് ആ ജലസിയിൽ നിന്നാണ് പറയുന്നത്, ഇവനും ഈ തോട്ടത്തിൽ പുറത്താകണം, എന്നെ മാത്രം തീർന്നു. ഈ ചിന്തയിൽ നിന്നാണ് പിശാച് സ്ത്രീയോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ദൈവത്തെ പോലെയാകും, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുള്ളതാകും. പിശാചിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഏത് തോട്ടത്തിനിടെ ഞാൻ അനുഭവിക്കാത്ത, ഞാൻ ഇരിക്കാത്ത തേജസ്സിനകത്ത് ഇരിക്കാൻ പാടില്ല. ഇവർ ദൈവത്തോടുള്ള സന്തോഷിക്കാൻ പാടില്ല. ഇവർ ദൈവിക നന്മകൾ അനുഭവിക്കാൻ പാടില്ല. ഇവർ ദൈവികമായിട്ടുള്ള താലന്തുകളെ വിനിയോഗിക്കാൻ പാടില്ല. ഇവർ കഷ്ടം അനുഭവിച്ച് നശിച്ച് ഭൂമിയിൽ വസിക്കണം. ആ ടാർഗറ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ആയിരുന്നു. ദൈവം ശിക്ഷ കൊടുത്തു, പാമ്പിന് കൊടുത്തു, പിന്നെ പുരുഷൻ സ്ത്രീക്ക് കൊടുത്തു, പിന്നെ പുരുഷന് കൊടുത്തു. പുരുഷന് കൊടുത്ത ശിക്ഷയാണ് പറയുന്നത്. അപ്പോ മരണം ആർക്ക് വന്നു? മനുഷ്യനും വന്നു. നിന്റെ ആയുഷ്കാലമൊക്കെ ഇത് തന്നെയാണ് വാക്കുകളും പറഞ്ഞത്. നിന്റെ ആയുഷ്കാലമൊക്കെ മരണം വിധിച്ച ദൈവം 3 പേർക്കും മരണം കൊടുത്തു. നാളിൽ നീ മരിക്കും. ആരോടാ പറഞ്ഞു? ആദമിനോടാണ്. ശിക്ഷ കൊടുത്തത് 3 പേർക്കും. 3 പേർക്കും ആയുസ് ദൈവം തീരുമാനിക്കുകയും ഭൂമിയിലേക്ക് അവരെ ആക്കി കളയുകയും ചെയ്തു. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാവുന്നു, പൊടിയിൽ തിരികെ ചേരും. മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വായി എന്ന് പേര്. ആദ്യം ഒരു പേരിട്ടായിരുന്നു ഏതെങ്കിലും മൃഗത്തിന്റെ പേര് ആദ്യം മാറ്റിയതായിട്ട് പറയുന്നത്. ഇത് ഈ ഒരു അവസ്ഥയോടുകൂടി മണ്ണിലെ വിയർപ്പ് കൊണ്ട് ശരീരം വേർത്ത് അധ്വാനിച്ച് ആദം കൃഷി ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത് അതിൽ നിന്ന് ഉപജീവനം കഴിക്കേണ്ട വരുന്നെന്ന് മനസ്സിലായപ്പോൾ അവളുടെ പേര് മാറ്റി. തെന്നിനടുത്തൊന്നുമല്ല. ആദ്യം എന്താ പറഞ്ഞത്? അസ്ഥിയോട് അസ്ഥിയും മാംസത്തോട് മാംസം എന്നിൽ നിന്ന് എടുത്തോണ്ട് ആദ്യം കിട്ടിയപ്പോൾ ഇങ്ങനെയായിരുന്നു. ആദ്യം കിട്ടിയപ്പോ എങ്ങനെയായിരുന്നു? ദൈവം തന്റെ തുണയെ എനിക്ക് ഒഴിക്കുന്നു. 2 വർഷം കഴിഞ്ഞു എന്നോട് പേര് പറയാൻ കട്ടിതമായി പേര് പറയാൻ പൊതുവായി ഒഴിവാക്കുന്നു. മനുഷ്യനോട് കൽപ്പിച്ചു, മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വായി എന്ന് പേര്. മനുഷ്യനോട് ദൈവം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്.
അവൻ ഭയപ്പെട്ടിരുന്ന സംഗതി അവന് വരാൻ പോകുന്നു. മരണം അവനെ പിടിക്കുവാൻ പോകുന്നു. അവനെ എടുത്ത മണ്ണിലേക്ക് അവൻ തിരികെ ചേരുമെന്ന് കേട്ടപ്പോൾ അവന്റെ ഹൃദയം പൊട്ടി. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് ഇതിനെ തിരികെ ചേരുമാറാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഏദൻ തോട്ടം സൃഷ്ടിച്ചതും മൃഗങ്ങളെ സൃഷ്ടിച്ചതും ഹവ്വയെ സൃഷ്ടിച്ചതും സകലത്തെ സൃഷ്ടിച്ചതും ഒരു മിന്നൽ പോലെ അവന്റെ കണ്ണിന്റെ മുമ്പിൽ കൂടെ പോയി കാണണം. അവനോട് ദൈവം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, തിന്നുന്ന നാളിൽ മരിക്കും. ഇപ്പോൾ അവൻ ആ ജഡ്ജ്മെന്റിന്റെ മുമ്പിൽ നിൽക്കുകയും അവനോട് പറയുകയാണ്, നീ പൊടിയാകുന്നു, നീ ആ പൊടിയിലേക്ക് തിരികെ ചേർന്ന് അവന്റെ ചങ്ക് തകർന്നു പോയി. അപ്പോൾ വന്ന പേരാണ് ഹവ്വ. ഒറ്റ ഒരു തീ ഹവ്വ എന്ന് പറഞ്ഞ ബൈബിളിനകത്ത് ജീവനുള്ള എല്ലാവർക്കും മാതാവെന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് മദർ എന്നാണ്. ആദ്യം ആദമിന് തുണയായി ദൈവം കൊടുത്തെങ്കിലും തന്റെ ആയുസ്സിന് ദൈർഘ്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന് കണ്ട ആദമിന്റെ മനസ്സിലാകുന്നു. മരിക്കുമെന്നുള്ള ബോധ്യം പിശാചി ചിന്തിച്ചു, ഏതൊക്കെ ഉണ്ടെങ്കിലേക്ക് മരിക്കാൻ ദൈവത്തിന്റെ സാന്നിധ്യം ഇരിക്കുന്നതൊക്കെ മരിക്കും. ദൈവം പ്രവർത്തിക്കുന്ന നാളിൽ നീ മരിക്കും. ക്ഷണത്തിൽ പെട്ടെന്നൊരു മരണം സംഭവിച്ചില്ല. പക്ഷേ അവന്റെ ആയുസ്സിൽ ഒരു മരണം ദൈവം കൽപ്പിച്ചാൽ, പാമ്പിന് ആയുസ് കൽപ്പിച്ചാൽ, മനുഷ്യന് ആയുസ് കൽപ്പിച്ചാക്കി മരണമെന്ന വിധി പാപനിമിത്തം മനുഷ്യരിൽ കടന്നു വരുവാനിടയായിട്ടുണ്ട്. അവൻ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. ഹവ്വ എന്ന് പറയുന്നത് ജീവനുള്ള ഏവർക്കും മാതാവാണ്. യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ദൈവം വെറുതെ വിട്ടില്ലാണോ? ഇവര് സ്വന്തമായിട്ട് അധീന കൊണ്ടൊക്കെ ഉടുപ്പൊക്കെ ഉണ്ടാക്കി ധരിച്ചു. അതിൽ ശോഷിച്ചു പോകും, അത് ഇല്ലാതായി പോകുമെന്ന് ദൈവം കണ്ടപ്പോൾ കുറെ കാലത്തേക്ക് നിൽക്കുവാൻ തക്കതായ ഒരു ഉടുപ്പ് അവരെ ഭൂമിയിലേക്ക് വിട്ടു കളഞ്ഞെങ്കിലും ദൈവം അവരെ വെറുതെ വിട്ടു കളഞ്ഞില്ല. അവിടെ നഗ്നത മറിച്ച് ദൈവം ഭൂമിയിലാക്കി. യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ പിശാച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും, നിങ്ങൾ നന്മ തിന്മകളെ കുറിച്ച് അറിവുള്ളവരാകും. ഇവിടെ വായിക്കുന്നതിനകത്ത് ദൈവം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. മനുഷ്യൻ നന്മ തിന്മകളെ അറിയാൻ തക്കവണ്ണം ദൈവം പറയണം, മനുഷ്യൻ നന്മ തിന്മകളെ അറിയാൻ തക്കവണ്ണം നമ്മിലൊരുവനെ പോലെ. ആരെയും നമ്മിലൊരു പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനെ രണ്ടാമത് സൂചിപ്പിക്കുന്ന ഭാഗമാണ് 3-ാം അധ്യായത്തിലെ 22-ാം വാക്യം. ആദ്യം മുതലേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു വാക്യമാണ് ഇപ്പോൾ വായിച്ചത്. അവർ മനുഷ്യൻ നമ്മിൽ ഒരുവരെ പോലെയാകും ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു തിന്ന എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അതിനർത്ഥം എന്താ? ജീവവൃക്ഷത്തിന്റെ ഫലമുള്ളെടുത്ത് മരണമില്ല, എന്നേക്കും ജീവിക്കുന്ന ഇടമാണെന്ന് പിശാചിന് അറിയാം. അതുകൊണ്ടാണ് പിശാച് പോയിന്റ് ഉള്ളത്. അല്ലേ? മരിക്കത്തിൽ പറഞ്ഞ കാരണം എയർപോർട്ടിലായതുകൊണ്ട് ആദ്യം പറിച്ചെടുക്കുന്നത് എന്നേക്കും ജീവിക്കേണ്ടതിന് ജീവവൃക്ഷത്തിന്റെ ഫലമായിരുന്നോ? ഒരു ചോദ്യം ചോദിക്കാൻ പോവാം. ദൈവം ആദമിനോട് പറഞ്ഞ വൃക്ഷമേതായിരുന്നു? ദൈവത്തിന് അറിയും പറിക്കാൻ പോകുന്ന വൃക്ഷമാണ്. ഇവ തൊടാൻ പോകുന്ന വൃക്ഷമാണ്
ജീവന്റെ വൃക്ഷത്തെ കുറിച്ച് അവിടെ പ്രതിപാദിച്ചിട്ടില്ല. ഇവ കൃത്യമായി പോയി പാലിച്ചതും അതുതന്നെ. പക്ഷേ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇവർ ഇനി കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം പറിക്കാതിരിക്കേണ്ടതിന് അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവനെ എടുത്ത നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഏദൻ തോട്ടം എവിടെയാണ്? കൃഷി ചെയ്യുന്ന ഭൂമിയല്ല ഏദൻ തോട്ടം. ദൈവത്തിന്റെ തേജസ് വസിക്കുന്നതാണ് ഏദൻ തോട്ടം. ദൈവം പറയുകയാണ് അവനെ എടുത്ത മണ്ണിലേക്ക് കൃഷി ചെയ്യേണ്ടതിന് ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കി കളഞ്ഞു. ഇങ്ങനെ ആരെ? മനുഷ്യനെ അവിടെ നിന്ന് ഇറക്കി. എവിടെ നിന്ന്? ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി കളഞ്ഞു. കാരണം തേജസ് ഇല്ലാതെ ദൈവ സാന്നിധ്യത്തിനകത്ത് ജീവിക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ക്ഷണനേരം കൊണ്ട് രൂപാന്തരപ്പെട്ട് ദൈവിക തേജസ്സായി മാറി നാം എടുക്കപ്പെടും. കാഹളം ധ്വനിക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെടുമെന്ന് പറയുന്നതിന്റെ കാരണം എന്താ പറയുമോ? തേജസ്സോടുകൂടി ദൈവം വസിക്കുന്ന തിരുനിവാസത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലാതെ ജലശരീരത്തിനോ രക്തത്തിനോ മണ്ണിനോ ഈ ഭൂമിയിൽ നിന്ന് അതുപോലെ ഉയർച്ചയിലേക്ക് പോകുവാൻ കഴിയത്തില്ലെന്നുള്ളതിന്റെ ഉറപ്പാണ് അവരെ ഇറക്കിക്കളഞ്ഞു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന്റെ കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. എന്തിനായിരിക്കണം പോയി ഫസ്റ്റിനായിരിക്കാൻ ഇവര് പിശാചിന് അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല. കാരണം കെരൂബുകൾ വാളുമായി നിൽക്കുകയും എതിരെ വന്നാലും ആരും വന്നാലും. അങ്ങനെയാണെങ്കിൽ ഈ കെരൂബുകളെ നിർത്തുന്നതിന് മുമ്പ് ഒരു പാസിംഗ് ഇല്ലായിരുന്നു. ഭൂമിയിൽ നിന്ന് ഏതനിലേക്കും സ്വർഗത്തിൽ നിന്ന് ഏതനിലേക്കും ഒരു പാസിംഗ് ഉണ്ടായിരുന്നു. ഇല്ലേ? മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കി. എവിടെ? ദൈവം അവനെ ഏതൻ തോട്ടത്തിൽ കൊണ്ട് ആക്കി. അപ്പൊ ഒരു പാസിംഗ് കിട്ടി അല്ലേ? വൈകുന്നേരം ദൈവം ഏതനിൽ ഇറങ്ങി വരും. സ്വർഗത്തിൽ നിന്നൊരു പാസിംഗ് ഇങ്ങോട്ട് ഏതൻ തോട്ടത്തിലേക്ക് ഒരു കണക്ഷൻ. ദൈവവചനത്തിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവസാന നാളിൽ ഒടുക്കത്തെ നാളിൽ ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം ഞാൻ തിന്മാൻ കൊടുക്കും. അതുവരെ കെരൂബുകൾ അവരെ കാവലായിരിക്കും. ജയിക്കുന്നവന് മാത്രമേ ആ വൃക്ഷത്തിന്റെ ഫലം ലഭിക്കത്തുള്ളൂ. അവൻ മാത്രമേ മരണമില്ലാതെ വർഷം ദൈവത്തോട് വസിക്കുവാൻ കഴിയത്തുള്ളൂ. അതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും ഭൂമിയെന്ന് വാദിക്കുന്നവരോട് നമുക്ക് വാദിക്കുവാനൊന്നുമില്ല. ഏതെങ്കിലും എവിടെയല്ല അവിടെയാണെന്ന് വാദിക്കുന്നവരോട് നമുക്കൊന്നും പറയുവാനില്ല. പക്ഷേ ഈ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനുഷ്യന് ജഡശരീരത്തിൽ പ്രവേശിക്കുവാൻ കഴിയാത്ത ഒരിടത്താണ് ഏദൻ തോട്ടം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ആരെങ്കിലും ഏദൻ തോട്ടം എവിടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ വാക്യങ്ങളുണ്ടോ? ഉണ്ട്. ഈ 3 അധ്യായങ്ങൾ കടച്ചതെന്നും തന്നെ പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്.